الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. مناع للخير معتد مريب، الذي جعل مع الله إلها آخر فألقياه في العذاب الشديد. സൂറത്തു ഖാഫിൽ എന്നുള്ള 25-ാമത്തെ ആയത്ത് മുതലാണ് നമുക്ക് ഇനി വായിക്കാനുള്ളത്. മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ മുരീബ്. അതിൽ പരിചയപ്പെടാനുള്ള വാക്കുകൾ കാര്യമായിട്ടൊന്നുമില്ല. ഒന്ന് മന്നാഉൻ ലിൽ ഖൈർ, മനഅ യംനഉ, തടഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. മന്നാഉൻ ലിൽ ഖൈർ, ഖൈർ തടുക്കുന്നവൻ. മനഅ എന്നതിന്റെ ഇസ്മു ഫാഇലാണ് മാനിഅ. അതിന്റെ സീഗത്തുൽ മുബാലഗ, അതില് അത്യുക്തി അല്ലെങ്കിൽ അതിശയോക്തി വരുത്താൻ ഉദ്ദേശിക്കുമ്പോൾ എടുക്കുന്ന രൂപമാണ് ഫആല് വസന് മന്നാഅ് എന്നുള്ളത്. വളരെയേറെ തടുക്കുന്നവനാണ് എന്ന അർത്ഥം വരും. അപ്പൊ ഇതിന്റെ തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് കുഫാറുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗ്രന്ഥമിറക്കുകയും മുർസലീങ്ങളെ നിയോഗിക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് മുഖം തിരിച്ചു കളയുന്ന, അതിനെ കളവാക്കി കളയുന്ന കുഫാറുകൾ, സത്യത്തിൽ നിന്ന് മുഖം തിരിച്ചു കളയുക, തീർത്തും അതിൽ നിന്ന് മുഖം തിരിച്ച് പിന്തിരിഞ്ഞു പോകുന്നവരും, അല്ലെങ്കിൽ അമ്പിയാക്കന്മാർ പറയുന്ന അവർ കൊണ്ടുവന്ന ഗ്രന്ഥത്തിൽ അനുശാസിക്കുന്ന കാര്യങ്ങളെ കളവാക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരെ കുറിച്ചാണ് ഇതിന്റെ തൊട്ട് മുമ്പത്തെ വചനങ്ങളിൽ പറഞ്ഞു വന്നത്. അവരുടെ ഒരു വിശേഷണമായിട്ടാണ്, അടുത്ത വിശേഷണമായിട്ടാണ് മന്നാഇൻ ലിൽ ഖൈർ മുഅ്തദിൻ മുരീബ്. ഇത് മൂന്നും വിശേഷണമാണ്. അതിന്റെ തൊട്ട് മുമ്പത്തെ ആയത്തുകൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ അൽഖിയാ ഫീ ജഹന്നമ കുല്ല കഫാരിൻ അനീദ്, നരകത്തിലിടാൻ വേണ്ടി പറയാണ്. ആരെയാണ് നിങ്ങൾ നരകത്തിലേക്ക് വലിച്ചെറിയേണ്ടത്? കഫാരിൻ, കുല്ല കഫാർ, അവിശ്വാസികളായിട്ടുള്ള എല്ലാവരെയും. അവിടെ തന്നെ അവരുടെ കുഫറിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി കാഫിർ എന്നല്ല ഉപയോഗിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുബാലഗയുടെ വസനാണ്. പിന്നെ അവർക്ക് ഒരു വിശേഷണം അവിടെ കൊടുത്തു, അവർക്ക് ഇനാദുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സംസാരിച്ചതാണ്. ഇനി ആ കഫാരിൻ എന്നതിന്റെ അനീദ് എന്ന് പറയുന്നത് അതിനുള്ള ഒരു നാഴ്ത്താണ്, അടുത്ത നാഴ്ത്താണ്.
അടുത്തതാണ് അതിന്റെ തുടർന്ന് വരുന്ന ഒരു ഞാത്താണ് മന്നാഇൻ. അവര് മന്നാഴും കൂടിയാണ്. പിന്നെ ലിൽ ഖൈർ, എന്തിനു തടുക്കുന്നവര്? നന്മ, യാതൊരു നന്മയുണ്ടോ ആ നന്മക്ക് എതിര് നിൽക്കുന്ന, അതിന് തടസ്സം നിൽക്കുന്ന ആളുകളാണ് അവർ. അത് ഏതെല്ലാം വിധേന തടുക്കാൻ പറ്റുമോ ആ വിധത്തിലൊക്കെ തടുക്കും. അത് സ്വാഭാവികമായും കുഫാറുകളുടെ ഒരു സഹജമായ സ്വഭാവമാണ്. അത് കാഫിറാവുക എന്ന് പറയുമ്പോൾ അതിന്റെ ഒപ്പം ഉണ്ടാവുന്ന കാര്യമാണ് മന്നാഉൻ ലിൽ ഖൈർ, ഖൈറിനെ തടുക്കുക എന്നുള്ളത്. അത് അതിന്റെ കുഫാറുകളുടെ സഹജമായൊരു സ്വഭാവമാണ്. അവരെല്ലാ നന്മക്കും എതിരായിരിക്കും. നന്മ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിലെ ഏറ്റവും വലിയ നന്മ, നമ്മൾ നന്മ എന്ന് പറയുന്നതോട് കുറച്ച് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. അത് കാര്യങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായ ഒരു വീക്ഷണം നമ്മൾ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ചെറിയ അളവിൽ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് ധൃതിയിൽ എത്തുന്നത്. മറിച്ച് ഖൈർ എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും വലിയ ഖൈർ അത്തൗഹീദ്, അള്ളാഹുവിനുള്ള വിശ്വാസമാണ്, അവന്റെ ഏകത്വത്തിലുള്ള വിശ്വാസമാണ്, അവനിൽ മാത്രമുള്ള ആരാധ്യത ഉയർത്തിപ്പിടിക്കുന്ന ആ കാര്യമാണ് ഒന്നാമത്തെ ഖൈർ. അള്ളാഹുവിന് വേണ്ടി അവന്റെ സൃഷ്ടികൾ അനുവർത്തിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും മഹത്തരമായ കാര്യം ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ അത് അത്തൗഹീദ്. തിന്മകളിൽ വെച്ച് ഏറ്റവും വലിയ തിന്മ അഅ്ളമു മാ ഉസിയല്ലാഹു ബിഹി അശ്ശിർക്ക്. അങ്ങനെ നന്മ തിന്മകളെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും ആ ഒരു റേഞ്ചിൽ കാര്യങ്ങളെ കാണാനും വിലയിരുത്താനും നമുക്ക് സാധിക്കണം. അതിന് സാധിക്കാതെ നന്മ എന്ന് പറഞ്ഞ ഒരു ചാക്കിൽ കെട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കവറിലിട്ടിട്ട് കുറച്ച് പൈസ കൊടുക്കുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനത്തെ കുറച്ച് ഒരു സൃഷ്ടിയോട് ചെയ്യുന്ന നന്മകളാണ്. പക്ഷെ അതിനെ പരിമിതപ്പെടുത്തരുത്. അതൊക്കെ ഖൈറിന്റെ മർത്തബകളിൽ കുറെ കൂടി താഴെയുള്ളതാണ്. അതിനേക്കാളെല്ലാം മികച്ച ഒരുപാട് ഖൈറുകൾ വേറുണ്ട്. ഇവർ എല്ലാ തരത്തിലുള്ള നന്മകൾക്കും എതിരായിരിക്കും. ഇവർ കഫാറുൻ അനീദ് മന്നാഉൻ ലിൽ ഖൈർ. പിന്നെ രണ്ടാമത് പറയുന്നത് മുഅ്തദിൻ. അടുത്ത നാഴ്ത്ത് പറഞ്ഞു മുഅ്തദിൻ കുല്ല കഫാരിൻ. ആ കഫാറിന്റെ നാഴ്ത്തായതുകൊണ്ട് കഫാറിന് വന്നിട്ടുള്ള അതേ ഇഅ്റാബ് തന്നെ ഇതിനും കൊടുത്തു. കഫാറിന് ജറ് കിട്ടാൻ കാരണം അത് മുളാഫ് ഇലൈഹിയാണ്. കുല്ല കഫാരിൻ അത് മുളാഫ് ഇലൈഹി മജ്റൂർ. അതുകൊണ്ട് തന്നെ അതിന്റെ നഅ്തായി വന്നിട്ടുള്ള എല്ലാ നഅ്തുകളും അതും എന്തായിരിക്കും? മജ്റൂറാണ്. മന്നാഇൻ, മുഅ്തദിൻ, മുരീബിൻ. അവര് മുഅ്തദിൻ, ഇഅ്തദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസോൾട്ട് ചെയ്യുന്നതിനാണ് പറയാ. അതിക്രമം കാണിക്കുക, കയ്യേറുക. ഒരാള് അദായഅദു എന്നുള്ളതാണ് അതിന്റെ അസ്ല്. അൽ ഐനു വദ്ദാലു വൽ വാവ്, അതാണ് അതിന്റെ അടിസ്ഥാന അക്ഷരങ്ങൾ. വിട്ടുകിടക്കുക, സംക്രമിക്കുക എന്നാണ് നേർക്കുനേരെ അതിന്റെ അർത്ഥം. ഒരാൾ അയാളുടെ പരിധി വിട്ടിട്ട് മറ്റൊരാളുടെ സ്പേസിലേക്ക് കയറുന്നതാണ് അദായഅദു. എഴുത്തതി അതിന്റെ ഇഫ്താല വസനിലേക്ക് പോകുമ്പോ അതിക്രമിക്കുക, അസോൾട്ട് ചെയ്യുക, മറ്റൊരാളുടെ ശരീരത്തിനുമേലോ സ്വത്തിനുമേലോ അഭിമാനത്തിനുമേലോ അതിക്രമിക്കുക. ഫമനി അൽതദ അലൈക്കും, ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ആരെങ്കിലും നിങ്ങൾക്കെതിരിൽ അസോൾട്ട് ചെയ്യുകയാണെങ്കിൽ, അതിക്രമം കാണിക്കുകയാണെങ്കിൽ, അവരുടെ പരിധി വിട്ടിട്ട് നിങ്ങളുടെ പരിധിയിൽ കയറിയിട്ട് ആക്രമണം നടത്തുകയാണെങ്കിൽ അതൊരു പക്ഷേ നിങ്ങളുടെ ശരീരത്തിനെതിരിലായിരിക്കാം, നിങ്ങളുടെ ധനത്തിനെതിരിലായിരിക്കാം, നിങ്ങളുടെ അഭിമാനത്തിനെതിരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബൈളത്ത് കവരുന്നതായിരിക്കാം, എന്തും ആയിരിക്കാം. ഇങ്ങനെ എഴുത്തിദാ ചെയ്യുന്ന ആളുകൾ അവർ മുഅ്തദിൻ, അതിന്റെ ഇസ്മു ഫായിലാണ് എഴുത്തദി എഴുത്തിദാഅൻ ഫഹുവ മുഅ്തദിൻ. പിന്നെ അടുത്ത വാക്ക് മുരീബ്. മുരീബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈബാണ്. റാബ യരീബ്.
റാബ യരീബു. അതിൽ 3 അക്ഷരങ്ങള് അറാഉ വൽ യാഉ വൽ ബാഉ. എല്ലാത്തിന്റെ അക്ഷരാണ് നടുവിലുള്ളത്. റൈബ്, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ. ഖുർആനിൽ പറഞ്ഞില്ലേ, തുടങ്ങിയത് തന്നെ അങ്ങനെയാണല്ലോ. അറൈബു ഹുവ ശക്ക്. റൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശക്കാണ്. റാബ യരീബു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംശയം ഉണ്ടാക്കിയെന്നാണ്. ദഅ്മാ യരീബുക് ഇലാ മാ ലാ യരീബുക് ഹദീസിൽ വന്നു. ദഅ്മാ യരീബുക് ഇലാ മാ ലാ യരീബുക്. നിനക്ക് സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അഥവാ സംശയം തോന്നുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ വിട്ടേക്കൂ. ഇലാ മാ ലാ യരീബുക്, സംശയമില്ലാത്ത കാര്യത്തിലേക്ക് പോയിക്കോ. ഒരു സംശയത്തിനും ഇടമില്ലാത്ത വളരെ വ്യക്തമായ സത്യാണ് അമ്പിയാക്കന്മാര് പ്രബോധനം നടത്തുക. അതിനാണ് നമ്മൾ മുഹ്കമാത്ത് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മുത്തശാബിഹാത്ത് നിന്റെ കയ്യിൽ കിട്ടിയാൽ അത് സംശയം ഉണ്ടാക്കാവുന്ന കാര്യമാണ്. അതാണോ അതല്ല ഇതാണോ? അങ്ങനെയുള്ള സംശയമുള്ള കാര്യങ്ങൾ വരുമ്പോൾ അങ്കലാപ്പ് ആവശ്യമല്ല. അഹ്ലു സുന്നയിൽപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ യഹ്മിലുഹ അലൽ മുഹ്കമാത്ത്, ആ വിഷയത്തിൽ വന്നിട്ടുള്ള മുഹക്കമായ സംശയത്തിന് ഒരു വകയുമില്ലാത്ത അസന്നിഗ്ധമായ സ്വതസ്പഷ്ടമായ ഗണ്യതമായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, വചനങ്ങൾ വേറുണ്ടാകും. അതിലേക്ക് അതിനെ അങ്ങ് ഹംല് ചെയ്യാണ് വേണ്ടത്. അത് അഹ്ലുസുന്നന്റെ ഒരു അസ്വലാണ്. ഹംലുൽ മുത്തശാബിഹാത്തി അലൽ മുഹ്കമാത്ത്. മുത്തശാബിഹാത്തായ കാര്യങ്ങൾ, സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ ആ സംശയം ഉണ്ടാകുന്ന കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നതിന് പകരം ആ വിഷയത്തിൽ വന്ന മുഹക്കമാത്തുകളുണ്ട്, ആ മുഹക്കമാത്തുകളിലേക്ക് അതിനെ ഹംല് ചെയ്യുക എന്നുള്ളത്. ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ് മിൻഹു ആയാത്തു മുഹ്കമാത്ത് ഹുന്ന ഉമ്മുൽ കിതാബ് വ ഉഖറു മുതശാബിഹാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഗ്രന്ഥിറക്കി, ഖുർആൻ ഇറക്കി തന്നത് അള്ളയാണ്. മിൻഹു ആയാത്തു മുഹ്കമാത്ത്. ആ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കൂ, അതിൽ അധിക വചനങ്ങളും മുഹ്കമാത്തുകളാണ്, പ്രബലമായ വചനങ്ങളാണ്, സുവ്യക്തമായ വചനങ്ങളാണ്, ഒട്ടുമേ സംശയമില്ലാത്ത അസന്നിഗ്ധമായ വചനങ്ങളാണ്, അടിസ്ഥാന വചനങ്ങളാണ്. വൗഹറുഹുന്ന ഉമ്മുൽ കിതാബ്. അങ്ങനെയുള്ള അടിസ്ഥാന വചനങ്ങൾ മുഹക്കമാത്തുകളാണ്. ഈ ഗ്രന്ഥത്തിന്റെ അല്ലെങ്കിൽ ഖുർആനിന്റെ അടിസ്ഥാന ആശയങ്ങൾ, അടിസ്ഥാന വചനങ്ങൾ അവയെ നിങ്ങൾ അടിസ്ഥാന വചനമായിട്ട് കാണണം. ഉമ്മുൽ കിതാബ് അതാണ്. എന്നാൽ അവിടെ ഇവിടെ വൗഹറു മുത്തശാബിഹാത്ത്, കുറച്ച് മുത്തശാബിഹാത്തുകളും ഉണ്ട്, ഖുർആനിലുണ്ട്. അത് അള്ളാഹുവിന്റെ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി അവൻ അതിൽ മുത്തശാബിഹാത്ത് വെച്ചിട്ടുണ്ട്. ഭൂമിയിൽ മനുഷ്യനെ താമസിക്കാൻ വേണ്ടി, അധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കിയപ്പോ കൂട്ടത്തിൽ ഇബ്ലീസിനെ പറഞ്ഞയച്ചു. അതെന്തിനു വേണ്ടിയാ? അതുപോലെ തന്നെ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചപ്പോൾ അവന്റെ ആ സ്വത്വം, അവന്റെ അസ്തിത്വം അള്ളാഹു സംവിധാനിച്ചപ്പോൾ വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ, നന്മ മാത്രം ചെയ്യുന്ന, നന്മക്കു മാത്രം, നന്മയിലേക്ക് മാത്രം ഉന്മുഖമായി നിൽക്കുന്ന ഒരു പ്രകൃതമല്ല മനുഷ്യന് കൊടുത്തത്. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ. അത് ഫുജൂറും തിന്മയും തെമ്മാടിത്തവും ചെയ്യാനുള്ള ഒരു വാസന, കുറ്റവാസന മനുഷ്യന്റെ നേച്ചറിൽ അന്ന് ഉൾപ്പെടുത്തിയത് തന്നെയാണ്. ഇങ്ങനെ ഇബ്ലീസിനെ ഇങ്ങോട്ട് അയച്ചത്. അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതത്തിൽ തന്നെ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാനുള്ള ഒരു അഭിവാഞ്ച ഉൾപ്പെടുത്തിയത്. അതുപോലെ ഗ്രന്ഥമിറക്കിയപ്പോൾ ഉമ്മുൽ കിതാബായിട്ടുള്ള മുഹക്കമാത്തുകൾക്ക് പുറമെ വൗഹറു മുത്തശാബിഹാത്ത്, മുത്തശാബിഹാത്തായിട്ടുള്ള വചനങ്ങൾ അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യുളല്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. അതാണ് എന്റെ കാര്യം. ഈ ഗ്രന്ഥം കൊണ്ട് കുറച്ച് ആൾക്കാർ നേർവഴി പ്രാപിക്കും, കുറച്ച് ആൾക്കാർ അത് മുഖേന വഴികേടിലുമാകും.
അത് ആരാണോ വഴികേടിലാകേണ്ടത് അതിന് അവകാശപ്പെട്ട ചില കക്ഷികളുണ്ട്. അവരുടെ സ്വന്തം ഇഷ്ടം അനുസരിച്ച് അവർ തെരഞ്ഞെടുക്കുന്ന അവരുടെ തെരഞ്ഞെടുപ്പനുസരിച്ച് അവർ കൈക്കൊള്ളുന്ന അവരുടെ സ്വന്തമായ തീരുമാനമനുസരിച്ചുള്ള നടപടിയുടെ അടിസ്ഥാനത്തിൽ അവർ പിഴക്കേണ്ടവരാണ്. അവർ സിദ്ഖ് വിട്ടവരാണ്, ജീവിതത്തിൽ സിദ്ഖ് പാലിക്കാത്തവരാണ്, അവർ കറപ്റ്റഡാണ്, അവർ കളങ്കിതരാണ്. അങ്ങനെ കളങ്കിതരായ ആളുകൾ അവരാ കളങ്കത്തിന്റെ മാർഗം അവർ തെരഞ്ഞെടുത്തത് ആരും നിർബന്ധിച്ച് അവരെ കൊണ്ടുപോയി ഉന്തി തള്ളിയതല്ല. രണ്ടും അവർക്ക് ഉണ്ട്. എല്ലാവർക്കും ഉള്ളതുപോലെ അവർ ജീവിക്കുന്ന ഈ ഭൗതിക സാഹചര്യത്തിൽ അവർക്കും ഇബിലീസിന്റെ ശല്യമുണ്ട്. പക്ഷെ ഇബിലീസിന്റെ ശല്യം അതൊരു ശല്യമല്ലാതെ അതിനെ മറികടക്കാനുള്ള കഴിവ് അവൻ അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവൻ അതിന് തയ്യാറായില്ല, അവൻ ഇബിലീസിന്റെ കൂടെ പോയി. എല്ലാവർക്കും ഉള്ളതുപോലെ അവന്റെ പ്രകൃതത്തിലും ഫുജൂറും തഖ്വയും ഉണ്ട്. അവൻ തഖ്വയുടെ മാർഗം വിട്ടിട്ട് ഫുജൂറിന്റെ മാർഗത്തിലേക്ക് പോയി. എല്ലാവർക്കും കൊടുത്ത അതേ ഖുർആൻ തന്നെയാണ് അവന് കൊടുത്തത്. ആ ഖുർആനിലുള്ള മുഹക്കമാത്തുകൾ അത് മഹജ്ജത്തുൻ ബൈളാ, അത് വളരെ തെളിഞ്ഞു നിൽക്കുന്ന, ശോഭിച്ചു നിൽക്കുന്ന ഒരു മഹാവീഥിയാണ്, രാജവീതിയാണ്. ആ രാജവീതി വിട്ടിട്ട് ഇടുങ്ങിയ വഴികളും വളഞ്ഞ വഴികളും തിരിഞ്ഞ വഴികളും നോക്കിപ്പോയവനാണവൻ. അത് തെരഞ്ഞെടുത്തത് അവൻ സ്വന്തമാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്തം അവൻ ഏറ്റിയേ പറ്റൂ. അപ്പൊ ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്ന വഇബ്തിഗാഅ തഅവീൽ. യാതൊരുത്തരുടെ ഹൃദയം അതിൽ സിദ്ഖില്ലയോ, അതിൽ ഇസ്തിഖാമത്തില്ലയോ, അതിൽ ഇഅ്വിജാജാണോ ഉള്ളത്, അവരെ സംബന്ധിച്ചിടത്തോളം ഫീ ഖുലൂബിഹിം സൈഗുൻ, ഹൃദയത്തിൽ വക്രതയുള്ള ആളുകൾ ഫയത്തബിഊന മാ തശാബഹ മിൻ, അവർ ഖുർആൻ നോക്കിയാൽ അവർക്ക് അതിൽ പരന്നു കിടക്കുന്ന വെളിച്ചത്തോടു കൂടി തെളിഞ്ഞു നിൽക്കുന്ന മുഹ്കമാത്തുകൾ അവർ കാണൂല, അതവർക്ക് തൃപ്തില്ല. അവർ വേഗം അതിൽ നിന്ന് പെറുക്കിയെടുക്കുന്നത് മുത്തശാബിഹാത്തുകളാണ്. എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വ്യാഖ്യാന സാധ്യതകളുള്ള ഒരു ആയത്തുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ പോയിട്ട് അത് വ്യാഖ്യാനിക്കാൻ പോകും. ഇബ്തിഗാഅൽ ഫിത്ന, അവരുടെ ലക്ഷ്യം അതാണ്, ഫിത്ന ഉണ്ടാക്കണം. ഇബ്തിഗാഅ തഅവീൽ, അങ്ങനെ ഫിത്ന ഉണ്ടാക്കണമെങ്കിൽ അവരുടെ സ്വന്തം വ്യാഖ്യാനം ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കണം. അവർക്ക് വ്യാഖ്യാനത്തിന് പഴുത് കിട്ടണം. അങ്ങനെ അവരുടെ വ്യാഖ്യാനം, അതിന് വ്യാഖ്യാനത്തിന് പഴുതുള്ള, വ്യാഖ്യാന സാധ്യതയുള്ള ഇത്തരം വചനങ്ങൾ അത് നോക്കിയിട്ട് പോകും. വമാ യഅലമു തഅവീലഹു ഇല്ലല്ലാഹ്. അള്ളാഹ്ക്ക് ആയത്തിന്റെ തഅവീൽ അവരല്ല പറയേണ്ടത്, അത് അള്ളാഹയാണ് പറയേണ്ടത്. അള്ളാഹ്ക്കേ അത് അറിയുള്ളൂ. വറാസിഖൂന ഫിൽ ഇൽം, അറിവുള്ള ആളുകൾ വിനയാന്യതരാണ്. അവര് പറയാ ആമന്നാ ബിഹി യഖൂലൂൻ ആമന്നാ ബിഹി കുല്ലു മിൻ ഇൻദി റബ്ബിനാ വമാ യദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. ഇത് മുഹക്കമാത്തുകൾ നമ്മുടെ റബ്ബ് ഇറക്കിയതാണ്, മുത്തശാബിഹാത്തും അള്ളാഹ് ഇറക്കിയതാണ്. ഈ മുത്തശാബിഹാത്ത് ഈ മുഹക്കമാത്തുമായിട്ട് യോജിക്കല്ലാണ്ട് ഒരിക്കലും അതിന് വിയോജിക്കാൻ പാടില്ല. ഏതൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ലയോ, സംശയം തോന്നുന്നുവോ, അതിനെ അതുമായി ബന്ധപ്പെട്ട മുഹക്കമാത്തുകളിലേക്ക് നിങ്ങൾ ചേർക്കണം. അത്ര വ്യക്തമാണ്. അഹ്ലുസുന്ന അവരുടെ വഴിയിൽ എവിടെയും വെളിച്ചം വിതറാത്ത, വെളിച്ചം വീഴാത്ത, ഇരുട്ട് മുറ്റി നിൽക്കുന്ന ഒരു സ്ഥലല്ല. തറക്തുകും അലൽ മഹജ്ജത്തിൽ ബൈളാഇ ലൈലുഹാ കനഹാരിഹാ. ഞാൻ നിങ്ങളെ വെറുതെ വഴിയിൽ വിട്ടാൻ പോവല്ല. ഞാൻ വിട്ട വഴി എന്ന് പറഞ്ഞാൽ മഹജ്ജത്തുൻ ബൈളാ ലൈലുഹാ കനഹാരിഹ. ആ വഴിയിൽ ലൈലുഹാ കനഹാരിഹ, അവിടുത്തെ ലൈല് നഹാറ് പോലെയാണ്. ഇരുട്ട് രാത്രി പോലും പകൽ പോലെ ശോഭനമാണ്. അവ്യക്തത എന്ന് പറയുന്നത് അതിലെവിടെയില്ല. ലൈസുഹു അൻഹാ ഇല്ലാ ഹാലിക്. സ്വയം നശിക്കണമെന്ന് തീരുമാനിച്ച് നശിക്കാനുള്ളവനാണെന്ന് അള്ളാഹു രേഖപ്പെടുത്തിയ ഒരുത്തനല്ലാതെ അതിൽ നിന്ന് തെറ്റി വലത്തോട്ടും ഇടത്തോട്ട് പോകുന്ന പ്രശ്നമല്ല. ആരെ മനസ്സിലാണ് ഈ വക്രത ഉണ്ടാകുക? വക്രത ഉണ്ടാവുക ഇതന്നെയാണ്. ഞാൻ എന്റെ ബുദ്ധി, എന്റെ യുക്തി ഇതെടുക്കുന്ന ആളുകൾ അവരാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ഉമ്മുന ആയിഷത്തു റളിയല്ലാഹു തആല അൻഹ അവരുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം വീട്ടിൽ, സ്വന്തം റൂമിൽ സ്വകാര്യ നിമിഷങ്ങൾ അവർ ചെലവഴിക്കുന്ന സമയത്താണ് ഈ ആയത്തോതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. മുത്തശാബിഹാത്തുകളുടെ പിന്നാലെ പോകുന്ന ആളുകൾ
വ്യാഖ്യാന സാധ്യതകളുള്ള വചനങ്ങൾ തെരഞ്ഞു പിടിച്ചിട്ട് അവിടെ അവരുടേതായ ബുദ്ധിയും അവരുടേതായ യുക്തിയും വെച്ചുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കാൻ മുതിരുന്ന ആളുകൾ, അവരെ നീ കണ്ടാൽ അവർ തർക്കിച്ചുകൊണ്ടാ വരിക. ദീനിനെവിടെ തർക്കം? ദീനിൽ തർക്കത്തിന് വിഷയമല്ല, മറിച്ച് ദീനിൽ തർക്കിക്കുകയാണ്. ഒരു വാക്ക് കിട്ടുമ്പത്തിന് ആ വാക്കുമൺ പിടിച്ചിട്ട് തർക്കിക്കുകയാണ്. അങ്ങനെ തർക്കവുമായി വരുന്നാൽ അവർ തർക്കിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ജദല് അവലംബിക്കുന്നത്, തർക്കം എന്ന് പറയുന്നത് അവലംബിക്കുന്നത് അവരുടെ ബുദ്ധിയിൽ തോന്നിയ അവരുടെ യുക്തിയുണ്ടല്ലോ, ആ യുക്തിയെ ഇതിലേക്ക് കടത്തിക്കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ആളുകളെ നീ കണ്ടാൽ, തർക്കിക്കുന്ന ആളുകളെ നീ കണ്ടാൽ നീ മനസ്സിലാക്കണം, ഉലൈകല്ലദീന അനാഹുമുല്ലാഹു ഫഹ്ദർഹും. അള്ളാഹു ഈ ആയത്തിൽ ഉദ്ദേശിച്ചത് അവരെ തന്നെയാണ്. അവരെ നിങ്ങൾ സൂക്ഷിച്ചോളണം, അവരെ നിങ്ങൾ സൂക്ഷിച്ചോളണം. അതുകൊണ്ട് അവർ മുരീബ് എന്നുള്ളതിന് റാബ തന്നെ മതി. പിന്നെ മുരീബ് എന്നുള്ള അഫ്അല വസൻ എടുത്തിട്ടുള്ളത് ഇല്ലാലിൽ മുബാലഗ വത്തക്സീർ. മുബാലഗയുടെ മഅനക്ക് വേണ്ടിയിട്ടാണ്, തക്സീറിന്റെ മഅനക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ട കാര്യം വന്നു. ഇനി സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇതിന് കൊടുത്തുള്ള തഫ്സീർ നിങ്ങൾ വായിച്ചു നോക്കി. മന്നാഇൽ ലിൽ ഖൈർ കാണുന്നുണ്ടല്ലോ. ഐ യംനഉൽ ഖൈറ അല്ലദി ഇൻദഹു, അവൻ നന്മയെ തടുക്കുന്നവനാണ്, അതിനെതിരെ നിൽക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ യംനഉ അവൻ തടുക്കുന്നു, അൽ ഖൈർ നന്മയെ, അല്ലദീ ഇൻദഹു അവന്റെ അടുക്കലുള്ള എന്ന് പറഞ്ഞാൽ അവന് സ്വാധീനമുള്ള ഒരു നന്മ, ആ നന്മ അവൻ തടുത്തിരിക്കും. അങ്ങനത്തെ ഒരു പടപ്പാണത്. അല്ലദീ അഅ്ളമുഹു, അപ്പൊ അവന് സ്വാധീനമുള്ള, അവന് തടുക്കാനോ അല്ലെങ്കിൽ നടപ്പിലാക്കാനോ പറ്റുന്ന കാര്യം, അതിനാണ് അല്ലദീ ഇൻദഹു എന്ന് പറഞ്ഞത്. അല്ലദീ ഇൻദഹു അവന്റെ അടുക്കലുള്ളതായ എന്ന് പറഞ്ഞാൽ ആ ഖൈറ് നടത്തണോ അതല്ല ആ ഖൈറ് മുടക്കണോ, അത് നമുക്ക് ഓരോ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കുറെ സ്വാധീനം നൽകിയിട്ടുണ്ട്. നമുക്ക് ആലാത്തുകൾ നൽകിയിട്ടുണ്ട്, നമുക്ക് ഖുദറാത്തുകൾ നൽകിയിട്ടുണ്ട്. അതാണ് ഈ വിട്ടു തന്ന കഴിവ് എന്ന് പറയുന്നത്. മനുഷ്യന് കുതിരത്തുണ്ട് എന്ന് പറഞ്ഞു. കൈ തന്നു, അതൊരാലത്താണ്. ബുദ്ധി തന്നു, അതൊരാലത്താണ്. ഇങ്ങനെയുള്ള ആലാത്തുകൾ, അതുപോലെ തന്നെ അള്ളാഹു നമുക്കൊരു ശക്തി തന്നിട്ടുണ്ട്. ആ ശക്തിയും അതുപോലെ തന്നെ നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള ആലാത്തുകൾ, പിന്നെ അവയവങ്ങളോ അല്ലെങ്കിൽ മറ്റു സാമഗ്രികളോ, അത് വെച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ജീവിത വ്യവഹാര മേഖലകളിൽ പരിമിതമായ കുറച്ച് കാര്യങ്ങളിൽ നമുക്ക് സ്വാധീനമുണ്ട്. ആ സ്വാധീന പരിധിയിൽപ്പെട്ടിട്ടുള്ളതാണ് എങ്കിൽ അതാണ് അല്ലദീ ഇൻദഹു. അതിൽപ്പെട്ട ഏതൊരു നന്മ വന്നാലും അവൻ എന്ത് ചെയ്യും? യംന ബിലാശക്, അത് തടുക്കും. നന്മ മുടക്കുക എന്നുള്ളതാണ് അവന്റെ പ്രത്യേകത. ഇനി അങ്ങനെ അവന്റെ പരിധിയിൽപ്പെടുന്ന നന്മകൾ എന്ന് പറഞ്ഞാൽ അതിനൊന്നും കൂടി പറയണം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അത് വെറും കുറച്ച് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മത്തംകുരു കുഴിച്ചുവിടലോ മാത്രമല്ല. അത് മത്തംകുരു കുഴിച്ചുവിടൽ പ്രധാനമാണ്, പക്ഷെ അത് ആണ് ഏറ്റവും വലിയ ഗുരു എന്ന് വിചാരിക്കേണ്ട. അതിനും വലിയ പലതും ഉണ്ട്, അത് ചെറുതാണ്. അല്ലദീ അഅ്ളമുഹു അൽ ഈമാനു ബില്ലാഹ്, അതിലേറ്റവും വലുത്, നന്മകളിൽ ഏറ്റവും വലുത് അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള ഈമാനാണ്. അള്ളാഹുവിലുള്ള ഈമാൻ എന്ന് പറയുന്നത് 4 കാര്യങ്ങൾ കൂടുമ്പോഴേ അള്ളാഹുവിലുള്ള ഈമാനാകുള്ളൂ. ഒന്ന് അൽ ഈമാനു ബി വുജൂദില്ലാഹി തബാറക വ തആല, അള്ളാഹുവിന്റെ ആസ്തിക്യത്തിലുള്ള വിശ്വാസം. അള്ളാഹ് ഉണ്ടായേ പറ്റൂ, ഉള്ളവനായിരുന്നേ പറ്റൂ, അല്ലാതെ ഒന്നും ചിന്തിക്കാൻ പറ്റൂല. കാരണം ഇവിടെ ഞാനുണ്ട്, എനിക്ക് ചുറ്റും വലയം ചെയ്ത് നിൽക്കുന്ന ഒരു മഹാപ്രപഞ്ചമുണ്ട്. ഈ ഞാനെന്ന് പറയുന്ന, എനിക്ക് ചുറ്റും വലയം ചെയ്ത് നിൽക്കുന്ന മഹാപ്രപഞ്ചം എന്ന് പറയുന്ന ഈ കാര്യം ഇവിടെ ഉണ്ടാകണമെങ്കിൽ ഉണ്ടാക്കിയവൻ നിർബന്ധമാണ്. അല്ലാണ്ട് എനിക്ക് എന്നെ ഉണ്ടാക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഞാൻ സ്വയം കണ്ടുണ്ടായി വരൂല്ല. അതെല്ലാം ഒരിക്കലും സ്വീകരിക്കാൻ കഴിയാത്ത ബുദ്ധിപരമായ ദാർശനികമായ ചില പ്രതിസന്ധികളെ മാത്രമേ നമുക്ക് ഉണ്ടാക്കി തരുള്ളൂ. മറിച്ച് ഏതൊരു മനുഷ്യനും സ്വീകരിക്കാൻ കഴിയുന്ന, സ്വീകരിക്കേണ്ടതായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഈ കാണുന്ന സൃഷ്ടിപ്രപഞ്ചമുണ്ടെങ്കിൽ ആ സൃഷ്ടിപ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് ഉണ്ടായേ പറ്റൂ. അൽ വുജൂദ്,
അള്ളാന്റെ വജൂദിലുള്ള വിശ്വാസമാണ്. രണ്ടാമത്തേത് അൽ ഈമാനു ബിറുബൂബിയ്യത്തില്ലാഹി തബാറക വതആല, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റുബൂബിയ്യത്തിൽ രക്ഷാകർതൃത്വത്തിലുള്ള വിശ്വാസം. മൂന്നാമത്തേത് അൽ ഈമാനു ബി ഉലൂഹിയ്യത്തിഹി വഇബാദത്തിഹി തബാറക വതആല, അങ്ങനെയുള്ള അള്ളാഹ്, ഉള്ളവനായ അള്ളാഹു ഈ മുഴുവൻ സൃഷ്ടിപ്രപഞ്ചങ്ങളെയും സൃഷ്ടിക്കുകയും ഉടമപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്തവനായ ഹൽക്കും മിൽക്കും തദ്ബീറും നടത്തുന്ന ആ അള്ളാഹു, അവൻ മാത്രമാണ് സൃഷ്ടികളുടെ ആരാധനക്കർഹനായിട്ടുള്ളവൻ. അതാണ് അൽ ഈമാനു ബി ഉലൂഹിയ്യത്തിഹി, അള്ളാഹിന്റെ ഉലൂഹിയ്യത്തിലുള്ള വിശ്വാസം. അപ്പൊ മൂന്നായി. നാലാമത്തേത് അൽ ഈമാൻ ബി അസ്മാഇഹിൽ ഹുസ്ന വസിഫാതിഹിൽ ഉല, അള്ളാഹുവിന്റെ ഉത്കൃഷ്ടമായ നാമങ്ങളും ഉന്നതമായ ഗുണവിശേഷങ്ങളിലുമുള്ള വിശ്വാസം. ഇത് നാലും ചേരുമ്പോഴേ എന്തായിത്തീരുന്നുള്ളൂ? അള്ളാഹുവിനുള്ള വിശ്വാസം പൂർണ്ണമാകുന്നുള്ളൂ. അപ്പോ അള്ളാഹ് മാത്രമാണ് റബ്ബ്, അവൻ മാത്രമാണ് ഇലാഹ്. അവന്റെ നാമങ്ങളിലും അവന്റെ ഗുണവിശേഷങ്ങളിലും അവന്റെ അപദാനങ്ങളിലും അഥവാ മഹത്തായ കൃത്യങ്ങളിലും വേറെ പങ്കുകാരില്ല, സമന്മാരില്ല, പങ്കുകാരില്ല, അവകാശികളില്ല, തുല്യന്മാരില്ല. അവൻ അതുല്യനാണ്, അവൻ അദ്വിതീയനാണ് എന്ന് വിശ്വസിക്കലാണ്. അപ്പൊ അള്ളാഹുവിനുള്ള വിശ്വാസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മലായികത്തിഹി, അവന്റെ മലക്കുകളിലുള്ള വിശ്വാസമാണ്. വകുതുബിഹി, അവൻ ഇറക്കിയിട്ടുള്ള ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസമാണ്. വറുസുലിഹി, അവൻ നിയോഗിച്ചയച്ചിട്ടുള്ള മുർസലീങ്ങളിലുള്ള വിശ്വാസമാണ്. അങ്ങനെയുള്ള ആ ഖൈറിനെ യംനഉൽ ഖൈർ അല്ലദി ഇൻദഹു അല്ലദി അഅ്ളമുഹു അൽ ഈമാനു ബില്ലാഹി വമലായികത്തി വകുതുബിഹി വറുസുലിഹി. അതിനു പുറമെ തന്നെ യംനഉൽ ഖൈർ ആണ് മന്നാഇൻ ലിനഫ്ഇൻ മാലിഹി വബദനിഹി. അവൻ മന്നാഅാണ്. എന്തിനാണ് അവൻ മൻഅ ചെയ്യുന്നത്? ലിനഫ്ഇ മാലിഹി വബദനിഹി, അവന്റെ മാല് കൊണ്ട്, അവന്റെ ശരീരം കൊണ്ട് നടത്തുന്ന ഒരു നഫ്ഇ, ഒരു ഉപകാരമുണ്ടെങ്കിൽ അതും അവൻ തടുക്കും. അപ്പൊ അവന്റെ ബുദ്ധി കൊണ്ടും അവരുടെ മനസ്സുകൊണ്ടും അവൻ ഇവിടെ സ്ഥിരീകരിക്കേണ്ട, തഖ്രീർ ചെയ്യേണ്ട ഒരു നന്മയുണ്ടെങ്കിൽ ആ നന്മയെ ആദ്യം മുടക്കും. അതാണ് വിശ്വാസം. അൽ ഈമാനു ബില്ലാഹി വമലായികത്തിഹി വകുതുബിഹി വറുസുലിഹി. അതുപോലുള്ള മുഅ്തഖദാത്ത്, മറ്റു വിശ്വാസ കാര്യങ്ങളെയും ഒക്കെ അവൻ തടുക്കുന്നത് പോലെ തന്നെ അവൻ തടുക്കുന്നതാണ്, മന്നാഅാണ്. ഏതിന്? ലിനഫ്ഇ മാലിഹി വബദനിഹി, അവന്റെ മാല് കൊണ്ടുള്ള, മാല് ധനം, ബദന് ശരീരം, സ്വത്ത് കൊണ്ടോ ശരീരം കൊണ്ടോ ആർക്കെങ്കിലും ഒരു ചെറിയ ഉപകാരം കിട്ടുമെങ്കിൽ അതും നടക്കും. അതെന്തെങ്കിലും പറഞ്ഞ് കുത്തിത്തിരിപ്പ് നടത്തിയിട്ട് മുടക്കി വെച്ചിരിക്കും. നമ്മളിപ്പോ അവസാനം പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് മന്നാഉൽ ഖൈർ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മളെ മനസ്സിൽ വരിക. അത് നമ്മുടെ അടുക്കലുള്ള ഒരു വീക്ഷണത്തിൽ സംഭവിക്കുന്ന വൈകല്യമായിട്ട് വേണം കാണാൻ. ശരിക്കും ഇതിനെ കാണേണ്ടത് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ വിശദീകരിച്ചതുപോലെയാണ്. മന്നാഉൽ ഖൈർ എന്ന് പറഞ്ഞാൽ ആ ഖൈറിൽ അല്ലദി അഅ്ളമുഹു അൽ ഈമാനു ബില്ലാഹി വമലായികത്തിഹി വകുതുബിഹി വറുസുലിഹി. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ. അത് പിന്നെ അവൻ തടുക്കുന്നു ലിനഫ്ഇ മാലിഹി വബദനിഹി, അവന്റെ മാല് കൊണ്ട് ചെയ്തു കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സാധുവിന് അവന്റെ അടുക്കൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, ഒരു ചെറിയ സഹായം എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ട സമയത്ത് അവൻ തിരിഞ്ഞു നോക്കൂല, അറിയില്ല, നാട് വിടും. മനുഷ്യന്റെ സ്വഭാവമാണ്. ഈ സ്വത്തോ അത് ഞാൻ എന്റെ സാമർത്ഥ്യം കൊണ്ട് ഉണ്ടാക്കിയതാന്ന് അവൻ നാവുകൊണ്ട് പറയുന്നവരുണ്ട്. നാവുകൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ബിലിസാനിൽ ഹാൽ, അതുകൊണ്ട് പറയും. അവന്റെ സ്ഥിതി കൊണ്ട് അത് തെളിയിക്കും, ലിസാനുൽ ഹാല് കൊണ്ട് തെളിയിക്കും. അതുപോലെ തന്നെ ശരീരം കൊണ്ട് നടത്തേണ്ട ചില ഉപയോഗം, ചില സഹായങ്ങൾ ഉണ്ടാകും, ചില നന്മകൾ ഉണ്ടാകും. ആ നന്മക്കും ഒരാളൊന്ന് കൈപിടിക്കാൻ, വീഴാൻ പോകുന്ന ഒരാളെ കൈപിടിക്കാൻ റെഡിയാവില്ല. ഒരു വാഹനപ്പുറത്തേക്ക് ഒരാളൊരു ചരക്ക് കയറ്റുമ്പോൾ, ഒരു ഭാരമുള്ളൊരു വസ്തു കയറ്റുമ്പോൾ അയാൾ ഞെരുങ്ങുമ്പോ ഒന്ന് താങ്ങി വെച്ചു കൊടുക്കൂല. അത്തരം ചെറിയ കാര്യങ്ങൾ അതുവരെ ഖൈറിൽപ്പെട്ടതാണ്. വലുത് മാത്രമല്ല, അതും നമ്മൾ മനസ്സിലാക്കണം. ചെറുത് മാത്രമല്ല, വലുതും ചെറുതൂടി കൂടിയതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫ് വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖ്. നീ നിന്റെ സഹോദരനെ കാണുമ്പോ അവനെ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി അഭിമുഖീകരിക്കുക എന്നത് പോലും ഖൈറാണ്, അതുപോലും നന്മയാണ്, അതുപോലും പുണ്യമാണ്.
അതിനെ നീ ചെറുതായിട്ട് കാണണ്ട, അതിനെ നീ ചെറുതായി കാണണ്ട, അതുപോലും വളരെ വലുത് തന്നെയാണ്. പക്ഷെ അത് മാത്രമാണ് ഖൈർ എന്ന് വിചാരിക്കരുത്. അത് ഖൈറിന്റെ ആ ശ്രേണിയിൽ അവസാനം വരുന്നതാണ്. ഖൈറിന്റെ ശ്രേണിയിൽ ആദ്യം വരുന്നത് അൽ ഈമാനു ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി പോലുള്ള കാര്യങ്ങളാണ്. പിന്നെ അവൻ എന്ന് പറഞ്ഞാൽ നരകത്തിൽ അള്ളാഹ് ഇടണം എന്ന് പറഞ്ഞ ഗഫാറുൻ അനീദ്, അവൻ മന്നാഉൽ ലിൽ ഖൈറാണ്. പിന്നെ മുഅ്തദിൻ, അവൻ ഇഅ്തിദാ നടത്തുന്നവനാണ്, അസോൾട്ട് ചെയ്യുന്നവനാണ്, കയ്യേറുന്നവനാണ്, അതിക്രമം കാണിക്കുന്നവനാണ്. എന്തിനു മേലാണ് അവന്റെ കയ്യേറ്റം? അവൻ അസോൾട്ട് ചെയ്യുന്നത് അഗെയിൻസ്റ്റ് വാട്ട്? അലാ ഇബാദില്ലാഹ് വഅലാ ഹുദൂദിഹി. രണ്ട് കാര്യം പറഞ്ഞു. ഇബാദില്ലാഹ്, ഒന്ന് അള്ളാന്റെ സൃഷ്ടികളുടെ മേൽ കയ്യേറ്റം നടത്തുന്നവരാണ്. അബ്ദ് ഇബാദ്, ആ സൃഷ്ടികളിൽ ഏറ്റവും ആദ്യം വരെ തന്നെ പോലെയുള്ള സഹജീവികളായിട്ടുള്ള മനുഷ്യരാണ്, പിന്നെ മറ്റു ജീവികളാണ്, പിന്നെ ഈ പ്രപഞ്ചത്തിൽ ഇവിടെ അള്ളാഹു സംവിധാനിച്ചു വെച്ചിട്ടുള്ള എല്ലാ സൃഷ്ടിയും അത് അള്ളാന്റെ ഇബാദത്തുകൾ തന്നെയാണ്. അപ്പൊ ഒരു മൃഗത്തെ പോലും വെറുതെ കയ്യേറാൻ പറ്റൂല. ഒരു മൃഗത്തെ നമുക്ക് കൊല്ലാനോ അതല്ലെങ്കിൽ അതിനെ നമ്മൾ ഉപദ്രവിക്കാനോ ആണെങ്കിൽ അതിന് കാരണം പറഞ്ഞിട്ടുണ്ട്. ഫവാസിഖിനെ ഇപ്പൊ സമ്മതിച്ചിട്ടുള്ളൂ. ഫവാസിഖ് അല്ലാത്തതിനെ നമുക്ക് കൊല്ലാൻ അവകാശമൊന്നുമില്ല. ഇപ്പോ തേനീശുണ്ട്, ചിലപ്പോ ഉറുമ്പുണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ള കുറെ ഇല്ല ഉമ്മുന്നംസാലുക്കും, നിങ്ങളെപ്പോലുള്ള സമുദായങ്ങളാണ്. അതിനെ നമ്മൾ ബോധപൂർവം നശിപ്പിക്കാൻ പാടില്ല. എന്നാൽ ഫവാസിഖ് ഉണ്ട്. ഫവാസിഖ് എന്ന് പറഞ്ഞാൽ വൃത്തിയട്ട ഉപദ്രവകാരികളായിട്ടുള്ള പ്രിഡേറ്ററി സ്വഭാവം കാണിക്കുന്നവണ്ട്. അവയെ നമുക്ക് കൊല്ലാൻ വേണ്ടി അനുവാദം തന്നിട്ടുണ്ട്. അവയെ കൊല്ലാൻ പിന്നെ ഏതെങ്കിലും പിന്നെ വകുപ്പിന്ന് അനുവാദം വാങ്ങണം എന്ന് പറയുന്നതാണ് അതിക്രമം. ആ അതിക്രമമാണ് ഇന്ന് മനുഷ്യന്മാർ നമ്മുടെ നാട്ടിൽ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. കടിക്കുന്ന പട്ടിനെ അടിച്ചു കൊല്ലണം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ കടിക്കണ പട്ടി നമ്മളെ കടിച്ചാലും നമ്മളെ കുട്ടികളെ സ്കൂളിൽ പോകുമ്പോഴോ സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോഴോ അല്ലെങ്കിൽ പെരേന്ന് പുറത്തിറങ്ങി കളിക്കുമ്പോഴോ കൊന്നാലും കുട്ടികൾ മരിക്കല്ലാണ്ട് പട്ടിനെ തൊടാൻ പാടില്ല എന്നുള്ളത് അത് ഏതെങ്കിലും മാധവനോ അല്ലെങ്കിൽ കേതവനോ ഒക്കെ അംഗീകരിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ബുദ്ധിയുള്ളൊരു മനുഷ്യനോ അത് അംഗീകരിക്കാൻ സാധ്യമല്ല. ഫവാസിഖിനെ കൊന്നോളാൻ സംഭവിച്ച വിഷമുള്ള പാമ്പ് മൂപ്പരെ ആദരിച്ചിട്ട് വലിയ ബാഗിലാക്കിയിട്ട് അതിന് വേറെ ഏതെങ്കിലും പാപന്മാരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് ആദരിച്ച് ബഹുമാനിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കാട്ടുക്കങ്ങോട്ട് വിട്ടേക്കണം. അതൊന്നും ശരിയല്ല. ഫവാസിഖിനെ കൊല്ലണം. ഫവാസിഖ് അല്ലാത്ത ഒന്നിനെ തൊട്ടും പോകരുത്. അതാണ് ഇസ്ലാമിന്റെ മാർഗം എന്ന് പറഞ്ഞ വസത്ത എന്ന് പറഞ്ഞത്. എല്ലാറ്റിനും കണ്ടീനെ മുഴുവനും നമ്മളല്ലാത്തിനെ മുഴുവനും അതിന്റെ പേരിൽ കയ്യേറ്റം നടത്താം എന്ന് പറയുകയാണെങ്കിൽ അത് അതിക്രമമാണ്, അത് എഴുത്തിത ആണ്, അത് സമ്മതിച്ചില്ല. എന്നാൽ കൊല്ലേണ്ടതിനെ അതിനെ കൊല്ലന്നെ വേണം. അതിന് മനുഷ്യനാണെങ്കിൽ പോലും വ്യവസ്ഥാപിതമായി നിയമാനുസൃതമായി കൊല്ലേണ്ടതിനെ ഉന്മൂലനം ചെയ്യേണ്ട സാമൂഹ്യ വിരുദ്ധമായ അത്തരം ആന്റി സോഷ്യൽ എലമെന്റ്സ് അത് അനിഹിലേറ്റ് ചെയ്യേണ്ടതാണ്. മനുഷ്യനെ കൊല്ലേണ്ട ചില ഘട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഒന്ന് പറഞ്ഞു, കൊന്നാൽ കൊലക്ക് പകരം കൊല്ലുക. അത് ഒരവ്യവസ്ഥിതമായി എങ്ങനെയും കണ്ടോടത്തെടുത്തിട്ട് കൊല്ലണ അതൊന്നുമല്ല. അത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിയമാനുസൃതമായിട്ട് കൊല്ലുക എന്നുള്ളതുണ്ട്. ഘാതകനെ പിടികൂടുന്നു, അയാൾ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നു, അയാളെ വിചാരണ നടത്തുന്നു, അയാൾ ചെയ്തു എന്നുള്ള കാര്യം തെളിയിച്ചു കഴിഞ്ഞാൽ അയാൾ കൊല്ലപ്പെടാൻ യോഗ്യനാണ്. അസ്സയ്യിബുസ്സാനി, മര്യാദക്ക് വിവാഹമൊക്കെ ചെയ്തു കൊടുത്തിട്ട് നല്ലൊരു പെണ്ണുങ്ങൾ പഴയിലുണ്ടായിട്ട് പിന്നെ പുറത്തു പോയി, അത് 4 സാക്ഷികൾ മുഖേന പിടിക്കപ്പെട്ടു, അത്രത്തോളം വഷളാണ് എങ്കിൽ അയാള് ആന്റി സോഷ്യൽ എലമെന്റ് ആണ്, നന്നാവില്ല. പിന്നെ അതിനെ മാറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ആണ് പോയിക്കോട്ടെ. അങ്ങനെ ഒന്ന് പോയാൽ ബാക്കിയുള്ളവർ നിൽക്കും. ആ മനുഷ്യന്റെ കാര്യത്തിൽ പോലും. പിന്നെ മൂന്നാമത് പറഞ്ഞത് ഇല്ലാ ബിഹദാസലാത്തിൻ, 3 കാര്യം പറഞ്ഞതിൽ അത്താരിഖ് പിന്നെ ദീനിൽ നിന്ന് പുറത്തുള്ള അൽ മുർത്തദ് അത്താരിഖുൽ ദീനിഹി അൽ മുഫാരിഖുൽ ജമാഅ. അവൻ ദീനിൽ നിന്ന് പുറത്തുപോയി എന്ന് മാത്രമല്ല, അവന് സമൂഹത്തിന് ഒരു ഭീഷണി ഉയർത്തുന്ന മാരിഖാണ്, മുഫാരിഖുൽ ജമാഅ.
അവിടെ ജീവിക്കുന്ന, വ്യവസ്ഥാപിതമായി ജീവിക്കുന്ന സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിനും ആ രാജ്യത്തിന്റെ ഭദ്രതക്കും തുരങ്കം വെക്കുന്ന മുഫാരിഖുൽ ജമാഅത്താണ്. അത് അവൻ ഡിസിഡന്റ് ആണ്. അത്തരം ഡിസിഡന്റിനെ ലോകത്ത് ഒരു രാജ്യവും വകവെക്കുന്നില്ല, ഇസ്ലാം മാത്രമല്ല. അത് ഇസ്ലാം പറയണ നേരത്തെ ഇസ്ലാം ക്രൂരമാണ് എന്ന് പറയാൻ നിൽക്കേണ്ട. അതന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. അമേരിക്ക ചെയ്യണില്ല, റഷ്യ ചെയ്യുന്നില്ല, യൂറോപ്യൻ യൂണിയൻ ചെയ്യുന്നില്ല, ബാക്കി രാജ്യങ്ങൾ ചെയ്യുന്നില്ല, എല്ലാവരും ചെയ്യുന്നുണ്ട്. അത് മനുഷ്യനാണെങ്കിലും അവസാനിപ്പിക്കപ്പെടേണ്ടത് അവസാനിപ്പിക്കണമെങ്കിലേ ബാക്കിയുള്ളതിന് ഇവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇനി മനുഷ്യനാണെങ്കിലും മനുഷ്യനല്ലെങ്കിലും അന്യായമായിട്ടൊരിക്കലും അസോൾട്ട് ചെയ്യാൻ, എഴുത്തിദാഹ് നടത്താൻ, കയ്യേറ്റം ചെയ്യാൻ, അതിക്രമം കാണിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഈ സ്വഭാവമൊക്കെ വരുന്നത്, പിന്നെ ഒന്നും കൂടി പറയാം, അതുകൂടി പറഞ്ഞിട്ട് പറയാം, മുരീബ്. അപ്പൊ മുഴത്തതിന് അല ഇബാദില്ല, അള്ളാന്റെ അടിയാറുകളുടെ, അള്ളാന്റെ സൃഷ്ടികളുടെ മേൽ എഴുത്തിദാഹ് നടത്തുന്നു. അത് നമുക്ക് പെട്ടെന്ന് നമ്മളെ മനസ്സിൽ ഓടുന്നതാണ്. എന്നാൽ നമ്മുടെ മനസ്സിൽ ഓടാത്തൊരു കാര്യം കൂടി പിന്നെ അല്ലാമ സഅദി അബ്ദുറഹ്മാൻ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ ചൂണ്ടിക്കാണിച്ചു. വാല ഹുദൂദിഹി, അള്ളാന്റെ ഹുദൂദുകൾ അത് ട്രാൻസ്ഗ്രസ് ചെയ്യുന്ന, അത് അതിക്രമിച്ച് കിടക്കുന്ന ആളുകൾ, എഴുത്തിദാ അത് അതിക്രമിച്ച് കിടക്കുന്ന ആളുകളുണ്ട്. അള്ളാഹ് ചില ഹുദൂദുകൾ വെച്ചിട്ടുണ്ട്. അള്ളാഹ് വെച്ചിട്ടുള്ള ഹുദൂദിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഒന്ന് സെഹർ പ്രാക്ടീസ് ചെയ്യരുത് എന്ന് പറഞ്ഞു. സെഹർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമൂഹ്യ ജീവിതം വല്ലാതെ വിഷമിച്ചു പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കി, അങ്ങനെ ഈ സെഹറുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കാതെ അനങ്ങാൻ പറ്റൂല. എല്ലാവർക്കും പേടിയാണ്, ഇലയിളകിയ പേടിയാണ്. അങ്ങനത്തെ ഒരു മാനസികമായ അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെടും. ആർക്കും ആരെയും സംശയമാണ്. അത് അമ്മായി ചെയ്തതാണ്, ഇത് അമ്മ ചെയ്തതാണ്. കേട്ടിട്ടില്ലേ? ഒരു ഇല ഇളകിയാൽ മതി, യഹ്സബൂന കുല്ല സ്വീഹത്തിൻ അലൈഹി എന്ന് പറഞ്ഞാൽ അത് ഷെഹറാണ്, അത് ജിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. അങ്ങനത്തെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അവര് ഇത്തരം ക്ഷുദ്രശക്തികളെ, ജിന്നിനെ പോലെയുള്ള, പിശാചിനെ പോലെയുള്ള ക്ഷുദ്രശക്തികളെ ഉപയോഗിച്ച് പലതും ചെയ്യാം. അതിന് ഹഖീഖത്തുണ്ടോ, അതിന് ഹഖീഖത്തില്ല എന്നുള്ള തർക്കമല്ല, അതുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അതിന്റെ ഹഖീഖത്ത്. അത് ദോഷം ചെയ്യും എന്നുള്ളതാണ് അതിന്റെ ഹഖീഖത്ത്. അതുള്ളത് തന്നെയാണ്, ദോഷം ചെയ്തതാണ്, മുൻകാലത്ത് ചെയ്തിട്ടുള്ളതാണ്, റസൂലുള്ളാന്റെ കാലത്ത് ചെയ്തിട്ടുള്ളതാണ്. റസൂലുള്ളാക്ക് പോലും, റസൂലുള്ള ഒരു മനുഷ്യനാണ് എന്ന് തെളിയുന്നതിന് വേണ്ടി, അത് തെളിയിക്കാൻ വേണ്ടി റസൂലുള്ളാക്കും ചെറിയ അളവിൽ അത് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സെഹർ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ സാഹിറിനെ അവരെന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഹുദൂദുകളെ വിടുന്നവരാണ്. അതുപോലെ തന്നെ സമൂഹത്തിൽ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് കൈത്താങ്ങ് കൊടുക്കേണ്ടതിന് പകരം അവരെ സ്വത്ത് വല്ല തട്ടിയെടുക്കുക എന്നുള്ള ആൾക്കാരുണ്ടാകും. അക്കുലുമാലിൽ യത്തീം. അതുപോലെ തന്നെ ഏറ്റവും വലിയ ദോഷമാണ് പലിശ. പലിശ എന്ന് പറഞ്ഞാൽ ആർക്കും ഇന്ന് പലിശനെ കുറിച്ച് ഒരു പേടിയില്ല. പലിശയാണ് അത്. ഒരു മനുഷ്യൻ എന്താന്ന് ചോദിച്ചാൽ ഉള്ളവനെ കൂടുതൽ ഉള്ളവനാക്കും, ഇല്ലാത്തവനെ കൂടുതൽ ഇല്ലാത്തവനാക്കും. അവനെ പിഴിഞ്ഞ് 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 അത് ഒരു ചായപ്പൊടി ചണ്ടി പോലെ ആക്കിയിട്ട് പുറത്തിടുന്ന ഒരു പണിയാണ് അത്. സാമ്പത്തികമായ ഒരു സെൽഫ് റിലയൻസ്, ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു സെൽഫ് സഫിഷ്യൻസ് കൊണ്ടുവരുന്നൊന്നും ആരും വിചാരിക്കേണ്ട. അതൊരുത്തന്റെ നട്ടല്ലൊടിച്ചിട്ട് അവനെ ആ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് വലിച്ചെറിയുന്ന പണിയാണ് അത്. ഇന്ന് എല്ലാവർക്കും ബോധ്യമാണ്, പക്ഷെ ആരും എന്നാലും ഇന്ന് രക്ഷപ്പെടൂല. ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതിന് അത് പലതരണ്ട്, ഒരുപാട് ഇനങ്ങളുള്ളതാണ്. ഐസറുഹ, അതിലേറ്റവും ചെറുത് പോലും എന്ന് പറഞ്ഞാൽ വലിയ കുറ്റമാണ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ നിന്നൊരാൾ വിരമിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവരോട് പറഞ്ഞത് ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹ്, നിങ്ങൾ അള്ളാഹിനോട് യുദ്ധത്തിനൊരുങ്ങിക്കോളി എന്നാ പറഞ്ഞത്. പലിശയിൽ ഇടപെട്ടിട്ട് അതിന് പരിക്കു പറ്റാതെ രക്ഷപ്പെട്ട ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അത് ആ വ്യക്തിയെ നശിപ്പിക്കുന്നു, ആ സമൂഹത്തിന്റെ സാമ്പത്തിക ഘടനയെ, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഘടനയെ അത് തകർത്ത് കളയുന്നു. അപ്പൊ ഇത്തരം ഹുദൂദുകളല്ല വ്യക്തികളുടെ നന്മക്ക് വേണ്ടി, കുടുംബങ്ങളുടെ നന്മക്ക് വേണ്ടി, സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി, രാജ്യങ്ങളുടെ രാഷ്ട്രങ്ങളുടെ നന്മക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ള ഹുദൂദുകൾ, ആ ഹുദൂദുകൾ പാലിച്ചിരിക്കണം. അതിൽ എഴുത്തിദാഹ് നടത്തരുത്. അവര് മുഅ്തദിയാണ്.
എഴുത്തിദായി ചെയ്യുന്നവരാണ്, അതിക്രമിക്കുന്നവരാണ്, പരിധികൾ ലംഘിക്കുന്നവരാണ്. ഏത് അല അൽബാദില്ല വാല ഹുദൂദി, അള്ളാഹിന്റെ അൽബാദുകൾക്കെതിരിൽ, അള്ളാഹ് നിർച്ചിട്ടുള്ള ഹുദൂദുകൾക്കെതിരിൽ. അതിന്റെ പുറമെ മുരീബാണ്. മുരീബ് എന്ന് പറഞ്ഞാൽ ഐഷാഖ്, അവൻ സംശയമാണ്. ഇപ്പോഴും ഷക്ക്, സംശയം. ഒരു കാര്യം സംശയം എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തീർത്തും നിഷേധിക്കലല്ല കേട്ടോ. അങ്ങനെയാണ് ഷക്ക് എന്നോട് കൂടി ഓൻ നിഷേധിയാണ് എന്ന് വരുത്തണ്ട. ഓൻ അംഗീകരിക്കുന്നവനാണ്, പക്ഷെ അംഗീകാരം എന്ത് ചെയ്തിട്ടില്ല, മനസ്സിൽ ഉറച്ചിട്ടില്ല, ആടിക്കൊണ്ടിരിക്കുന്നവനാണ്. ഇപ്പൊ ഇങ്ങനെ ഉണ്ടാകാം, എന്നാൽ ഉണ്ടാകുമോ എനിക്കറിയില്ല. ഷക്ക് ഉണ്ടാകാനേ പാടില്ല. ഷക്കിനെ ദൂരീകരിക്കുന്ന തരത്തിലുള്ള യഖീൻ, അതിലേക്ക് നമ്മൾ എത്തിയേ പറ്റുള്ളൂ. ഇവരെത്രക്കാരായ ആളുകൾ എന്ന് പറഞ്ഞാൽ യഖീൻ അവർക്ക് ഉണ്ടാവില്ല, അവർക്ക് ഷക്കാണ് ഉണ്ടാകുക. എന്നാ അങ്ങനെയെന്ന് വെച്ചാൽ അങ്ങനെയെന്ന് പറയും, ഇങ്ങനെ ഒന്നുകൂടി ഉറക്കണ ചോദിച്ചാൽ അല്ലേന്ന് വെച്ചാൽ അല്ല എന്ന് പറയും, ആണോ ചോദിച്ചാൽ ആണ് എന്ന് പറയും. അതാണ് ഷക്കിന്റെ ആളുകളുടെ പ്രത്യേകത. അവർ സംശയിക്കുന്നത് ഫി വഅദില്ലാഹി വ വഈദിഹി, അള്ളാഹുവിന്റെ വഅദിന്റെ കാര്യത്തിലും അള്ളാഹിന്റെ വഈദിന്റെ കാര്യത്തിലുമാണ്. വഅദ് നമുക്കറിയാം, അള്ളാഹു നൽകിയ വാഗ്ദാനങ്ങളാണ്. അവൻ നൽകിയിട്ടുള്ള വാഗ്ദാനം എന്താണ്? ഇവിടെ നല്ല നിലക്ക് ജീവിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ അള്ളാഹു വലനുഹ്യിയന്നഹു ഹയാത്തൻ ത്വയ്യിബ, ഒരു നല്ല വിശിഷ്ടമായ, ശ്രേഷ്ഠമായ, മാന്യമായ ജീവിതം ഇവിടെ നിങ്ങൾക്ക് തരും. മാന്യമായ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കീശയും മേശയും നിറച്ച് പൈസ കിട്ടും എന്നാണ് വിചാരിച്ചേക്കണ്ട. അതല്ല മാന്യമായ ജീവിതം. അതുണ്ടായിട്ട് മാന്യമായി ജീവിക്കാൻ കഴിയാത്തവരാണ് ഇന്നത്തെ ഒട്ടുമിക്ക ആളുകളും. പൈസയല്ല മാന്യമായ ജീവിതം. പൈസയിൽ നിന്ന് നമുക്ക് മാന്യമായ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളത് കഫാഫ് മാത്രമാണ്. കഫാഫ്, എന്റെ നിത്യവൃത്തി വൃത്തിയായിട്ട് അങ്ങ് കഴിഞ്ഞു പോകണം, അത്ര ആവശ്യമുള്ളൂ. മൻ അസ്ബഹ ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി വഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ ബിഹദാഫീരിഹാ. ഇവിടുത്തെ ജീവിതം അത്രയേ ഉള്ളൂ. അസ്ബഹ ആമിനൻ ഫീ സിർബിഹി, അവൻ സമൂഹമായിട്ടാണ് ജീവിക്കുന്നത്. അവൻ ജീവിക്കുന്ന ആ സമൂഹ പശ്ചാത്തലത്തിൽ, ആ അന്തരീക്ഷത്തിൽ അവൻ നിർഭയനാണ്. അവനൊരു പേടിയില്ല. ധൈര്യമായിട്ട് പോകാം, ധൈര്യത്തിൽ പോരാ. വരുന്നിടത്ത് തോക്കുണ്ട്, വരിക്ക് എന്താ അവന്റെ കയ്യിൽ എന്തുണ്ട്, അവൻ 4 ആപ്പിൾ വാങ്ങി കൊണ്ടുവരുന്നു. അപ്പൊ വരുന്നു, ഈ എന്താ പശുവിന്റെ ഇറച്ചിയാണ് കൊണ്ടുപോണത് എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വാങ്ങുകയും വെടിവെക്കുകയും ചെയ്യുന്ന അവസ്ഥയില്ല. അവന് വേണമെങ്കിൽ ബീഫ് വാങ്ങാം, അവന് വേണമെങ്കിൽ ആട് വാങ്ങാം, അവന് വേണമെങ്കിൽ കോഴി വാങ്ങാം, അവനെന്തും വാങ്ങാം. ആരും അവന് മേൽ കയ്യേറാനില്ല. അസ്ബഹ ആമീനൻ ഫീ സിർബിഹി, അവൻ നിർഭയനാണ്. അവൻ ജീവിക്കുന്ന ആ സമൂഹത്തിൽ, ആ കൂട്ടായ്മയിൽ, ആ സമൂഹത്തിൽ അവൻ നിർഭയനാണ്. മുആഫൻ ഫീ ജസദിഹി, അത് ഹിദായത്തിന് ശേഷം അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അൽ ആഫിയ. അവന്റെ ശരീരത്തിൽ അവൻ അലട്ടിക്കൊണ്ടിരിക്കുന്ന അസുഖമില്ലാത്തൊരു മനുഷ്യനുമില്ല. അസുഖം എല്ലാവർക്കും ഉള്ളതാണ്. അത് നമ്മൾ അല്ലാഹു സൃഷ്ടിച്ചപ്പോ നമ്മുടെ ഈ ശരീരത്തിൽ അല്ലാഹു ഉൾക്കൊള്ളിച്ചിട്ടുള്ള, അന്തർഭവിപ്പിച്ചിട്ടുള്ള, നിഹിതമായി കിടക്കുന്ന, നിലീനമായി കിടക്കുന്നതാണ് ഈ രോഗം. അത് അതിന്റെ സമയം വരുമ്പോ അല്ലാഹു പുറത്തുകൊണ്ടുവരും. പക്ഷെ ഇപ്പത്തെ അത് ചിലപ്പോ രോഗം കൊണ്ടാകാൻ, ചിലപ്പോ രോഗമില്ലാതായിരിക്കാം, ചിലപ്പോ ഒരു എടുപ്പും ഒരു മരിപ്പും ആയിരിക്കും, ചിലപ്പോൾ അതല്ലെങ്കിൽ രോഗം പിടിച്ചിട്ട് കുറെ കാലം അങ്ങനെ കിടന്നിട്ടായിരിക്കും മരിക്കുക. ചിലപ്പോൾ ഇനി രോഗം ഒരുപാട് വന്നു, ആ രോഗത്തിലൊന്നും മരിച്ചില്ല, രോഗമൊക്കെ മാറി നല്ല അവസ്ഥയിൽ മരിച്ചു പോകും. രോഗം കൊണ്ട് ഒരാൾ മരിക്കാൻ പോണില്ല. ആ മരിക്കുന്നത് അയാൾക്ക് അല്ലാഹു നിശ്ചയിച്ച അവധി എത്തുമ്പോൾ മാത്രമാണ്. പക്ഷെ ജീവിക്കുന്ന കാലത്ത് തന്നെ അലട്ടുന്ന രോഗം, അലട്ടാത്ത രോഗം പോയിട്ട് ലാബിന് ടെസ്റ്റ് ചെയ്ത് പരിശോധിച്ചങ്ങാണ്ട് അതും കൂടി ഉണ്ടായിരുന്നു. അവസാനം കൊണ്ടുപോയിട്ട് DNA ടെസ്റ്റ് ചെയ്തു, ജീനോ മാപ്പിംഗ് നടത്തി, ആദം നബി മുതൽ ഇതുവരെയുള്ള എല്ലാ രോഗം എനിക്കുണ്ട് എന്ന് തെളിയിക്കുന്നൊന്നും രോഗമല്ല. എന്നെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, സഫറിങ്സ്, ദുരിതങ്ങൾ എന്താണോ അത് മാത്രമേ രോഗമായിട്ട് കാണുള്ളൂ. അല്ലാണ്ട് കുത്തി എടുത്തുകൊണ്ടായിട്ട് ബയോപ്സി, ലാബ് ടെസ്റ്റ്, ക്യാൻസർ ഇല്ലെങ്കിൽ ക്യാൻസർ ആയിക്കോളും. 1 മുതൽ ക്യാൻസർ തുടങ്ങി. ആദ്യം രോഗം എന്ന് പറയുന്ന ആ ക്യാൻസർ മനസ്സ് തുടങ്ങി. ഫീ ഖുലൂബിഹിം മറദ്, ഹൃദയത്തിലാണ് രോഗം തുടങ്ങുക. ആ ഹൃദയത്തിൽ തുടങ്ങിയ രോഗത്തിന്റെ അതിന്റെ മാനിഫെസ്റ്റേഷനാണ് ശരീരത്തിൽ പ്രകടമാകുക. അതാണ് രോഗത്തിന്റെ സ്വഭാവം. അതാണ് സൈക്കോസൊമാറ്റിക് നേച്ചർ എന്ന് പറയുന്നത്. നമുക്കുള്ള രോഗങ്ങളിൽ ഒട്ടുമിക്ക രോഗങ്ങളുടെയും അത്
ഡെവലപ്പ് ചെയ്ത് വരുന്നത് അങ്ങനെയാണ്, അതിന്റെ നേച്ചർ അങ്ങനെയാണ്. അത് മോഡേൺ മെഡിസിൻ തന്നെ പറയുന്നത് അങ്ങനെയാണ്. നമ്മൾക്ക് ബാധിക്കുന്ന രോഗങ്ങളിൽ ഒട്ടുമിക്ക രോഗങ്ങളുടെയും നേച്ചർ സൈക്കോസൊമാറ്റിക് ആണ്. മനസ്സിൽ നിന്ന് തുടങ്ങി ശരീരത്തിന്റെ, നമ്മുടെ ജഡാത്മകമായ ശരീരത്തിലേക്ക് അത് വ്യാപിച്ച് പ്രകടമാകുന്ന രോഗങ്ങളാണ്. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ രോഗമൊന്നുമില്ല. എന്നെ അരട്ടുന്ന ഒരു പ്രശ്നമല്ല. എന്നാൽ എനിക്കൊരു ചൊറിയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഒരു പിടുത്തുണ്ട്, അതുണ്ടായിക്കോട്ടെ. അങ്ങനെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകണം. അത് വലിയൊരു ഫാക്ടറി നടക്കുമ്പോൾ സ്വാഭാവികമായും അതിന് കുറച്ച് വേസ്റ്റ് ഒക്കെ പുറത്ത് തള്ളണ്ടേ? അതും തള്ളാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അടച്ചു പിടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ മണത്തിട്ട് നിൽക്കൂല, ഒരാൾക്ക് പണിയെടുക്കാൻ കഴിയൂല. അത് പുറം തള്ളേണ്ടത്, എലിമിനേറ്റ് ചെയ്യേണ്ടത് എലിമിനേറ്റ് ചെയ്ത് അതിനുള്ള അവസരം കൊടുക്കണം. അത് നിങ്ങൾ അടച്ചു പിടിക്കാൻ നിൽക്കരുത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അതിന്റെ ഉള്ളിൽ വിങ്ങിപ്പൊട്ടുന്ന ഈ വിഷവാതകങ്ങൾ പുറത്തുവിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വേസ്റ്റുകൾ തള്ളാൻ വേണ്ടിയിട്ട് ഒരു കാര്യം വരുമ്പോൾ നിങ്ങൾ അതിനെ പഴിക്കരുത്. ഹുമ്മ, പനി എന്ന് പറയണത് അതങ്ങനെയുള്ള അതിന്റെ ഉള്ളിലുള്ള ആ വിങ്ങലൊന്ന് പുറത്തുവിടാനാണ്, ആവിയാണ്. അതിനെ നിങ്ങൾ പഴിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. കഴിയെങ്കിൽ നിങ്ങൾ സഹിച്ചോ. സഹിച്ചാൽ അതോടുകൂടി അതങ്ങ് തീർന്നിട്ട് അത് പരിഹരിക്കും. സഹിക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ചികിത്സിക്കുവാൻ അള്ളാഹു അനുവാദം തന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീനോട് പറഞ്ഞ കാര്യം നമ്മൾ കണ്ടില്ലേ? അവര് വന്നിട്ട് പറഞ്ഞു, അവരിടക്കിടക്ക് അവർക്ക് എപ്പിലെപ്സി പോലെയുള്ള എപ്പിസോഡുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, പരാതിപ്പെടുകയാണ്, നിങ്ങൾ ദുആ ചെയ്യണം നബിയെ. ദുആ നമുക്ക് ചോദിക്കാം, നമ്മൾ ചോദിക്കണം. ആരുണ്ടെങ്കിൽ, മുഹമ്മദ് നബി ഉണ്ടെങ്കിൽ, നമുക്ക് നിയോഗിച്ചെന്ന നബി ഉണ്ടെങ്കിൽ നബിമാരോട് നമുക്ക് അവരോട് ദുആ ചെയ്യാന്നല്ല, അവരോട് നമുക്ക് പറയാം, നബിയെ എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അത് സുന്നത്താണ്, മശ്റൂആണ്, അത് ശറഅയിൽ സ്ഥിരപ്പെട്ടതാണ്, വേണ്ടതാണ്, വേണ്ടപ്പെട്ട നല്ല കാര്യമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, ആ പാവപ്പെട്ട സ്ത്രീയോട് പറഞ്ഞത്, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, നീ നിർബന്ധിക്കുന്നുവെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യും, സംശയമല്ല. പക്ഷെ വലൗ സബർതി ലകാന ഖൈറൻ ലകി, മറിച്ച് നീ ക്ഷമിക്കുകയാണെങ്കിൽ, ഈ രോഗത്തെ നീ ക്ഷമിക്കുകയാണെങ്കിൽ, അത് ശരീരം തന്നെ സ്വയം പെർജ് ചെയ്യുന്ന ഒരു വലിയൊരു മെക്കാനിസം അല്ലേ. നമ്മളെ കണ്ണ് എന്ന് പറയുന്ന ഈ കണ്ണിൽ നടക്കുന്ന പ്രവർത്തനം മാത്രം പുറത്തൊരു ഫാക്ടറിയിൽ ഉണ്ടാക്കണമെങ്കിൽ ഒരു 50 ഏക്കർ വലുപ്പത്തിലുള്ള വലിയൊരു ഭൂമിയിൽ ഉണ്ടാക്കിയാൽ ഇത് മുഴുവനും കൂടി നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അത്രയും സങ്കീർണമായ പ്രവർത്തനങ്ങൾ ഈ ശരീരത്തിന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുക. ഇത് നടക്കുമ്പോഴുണ്ടാകുന്ന ചില കാര്യങ്ങൾ, അത് ചിലപ്പോൾ അതിന് വെന്റിലേഷൻ ആവശ്യമാണ്. ആ വെന്റിലേഷന്റെ ആവശ്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് നീ ഒന്ന് ക്ഷമിക്കുകയാണ് സ്ത്രീ, നിങ്ങൾക്ക് നല്ലത് എന്ന് പറയുന്നു. അപ്പൊ അവര് റസൂലുള്ളാഹിന്റെ ഉപദേശം മനസ്സാ ഭരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ക്ഷമിക്കാൻ റെഡിയാണ് നബിയെ, പക്ഷെ എനിക്ക് വേറൊരു പ്രയാസമുണ്ട്. അങ്ങനെ എനിക്ക് എപ്പിലെപ്സിക് അറ്റാക്ക് ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, അത്തക്കശഫ്, ശരീരത്തിൽ നിന്ന് വസ്ത്രം നീങ്ങിയിട്ട് അതിന്റെ ഔറത്തൊക്കെ വെളിവാവില്ലേ, അതൊരു അങ്ങേറ്റത്തെ നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലല്ലോ. ഫദുല്ലാഹ്, അതുകൊണ്ട് അത് ഉണ്ടാകരുത്. അല്ല അത്തക്കശഫ്. നോക്കൂ നിങ്ങൾ സഹാബത്തിന്റെ ആ കൃത്യതകൾ നോക്കൂ നിങ്ങൾ, ആ ഒരു പോയിന്റിൽ മാത്രം ഒന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാകുന്ന അറ്റാക്ക് സമയത്ത് അവരുടെ ഔറത്ത് വെളിപ്പോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നബി ദുആ ചെയ്തു കൊടുത്തു. പക്ഷെ രോഗം മാറ്റാൻ വേണ്ടിയിട്ടില്ല. രോഗം ചിലത് ക്ഷമിക്കണം. ക്ഷമ എന്നുള്ള പിന്നെ എവിടെ? ഇന്നില്ല, ക്ഷമല്ല. ചൂട് വേണ്ട, ചൂടിന്റെ താഴെയുള്ള വെള്ളം ഒന്ന് അടുത്ത റൂമിൽ കൂടി, ഫ്ലാറ്റിൽ കൂടി, അല്ലെങ്കിൽ കോറിഡോറിൽ പോയാൽ അവിടുന്ന് പനഡോൾ എടുത്തിട്ട് അങ്ങോട്ട് വാരി വിഴുങ്ങാണ്. സബർ വന്നേ പറ്റും. അപ്പൊ അത് കയ്യിലേക്ക് ഞാൻ പോണില്ല. ഏതാണെങ്കിലും ശരി, ഷെക്ക് റൈബ്, ഈ ഷെക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനത്തില്, അതുപോലെ തന്നെ വഈദിഹി, വാഗ്ദാനത്തിന്റെ നേരെ മുഖാബിലുഹു വൽ വഈദ്, വഈദ് എന്നതിന്റെ മുഖാബിലാണ്, അതിന് നേരെ അഭിമുഖമായി നിൽക്കുന്ന പദമാണ് വഈദ്. വഈദ് എന്ന് പറഞ്ഞാൽ വാഗ്ദാനം, പിന്നെ ഭീഷണിയാണ്. അള്ളാഹു നൽകിയിട്ടുള്ള അവന്റെ ഭീഷണികൾ, അവന്റെ താക്കീതുകൾ, അവന്റെ താക്കീതുകളിലോ അവന്റെ വാഗ്ദാനങ്ങളിലോ അവന് സംശയമാണ്. അവരുടെ വാഗ്ദാനങ്ങളിലും താക്കീതുകളിലും അടിയുറച്ച് വിശ്വസിക്കുന്ന, സംശയരഹിതമായും
അത് ബോധ്യമുള്ള, അത് വിശ്വസിക്കുന്ന യഖീനുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് അള്ളാഹ് വിലക്കിയ കാര്യത്തിലേക്ക് പോകൂല. അള്ളാഹ് വാഗ്ദാനം ചെയ്ത കാര്യത്തിന് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്യും എന്നുള്ളതാണ് ഫല ഈമാൻ. അതുകൊണ്ട് തന്നെ അവൻ അള്ളാന്റെ വഴുതലും വഴീതലും ശാക്കാണ്, സംശയിക്കുന്നവനാണ് ഫല ഈമാൻ. ആ സംശയം അവന്റെ മനസ്സിൽ ഈമാനിനെ നിരാകരിച്ചിരിക്കുന്നു. ലാ ഈമാന ഫി ഖൽബിഹി വലാ ഇഹ്സാൻ. ഈമാനുമില്ല, ഇഹ്സാനുമില്ല. ഈമാൻ ഉണ്ടെങ്കിലല്ലേ ഇഹ്സാനൊക്കെ എത്തുള്ളൂ. പിന്നെ അവന്റെ അടുക്കൽ ഉണ്ടാകാവുന്നത് കുറച്ച് ഇസ്ലാം ഉണ്ടാകാം, ബാഹ്യമായി കുറച്ച് കാര്യങ്ങൾ. എല്ലാവരും പള്ളിയിൽ പോകുന്നുണ്ട്, ഞാനും പോകാം. എല്ലാവർക്കും റമദാനാണ്, എനിക്കും റമദാനാണ്. കാരണം അവിടുന്ന് പിന്നെ കടയിൽ നിന്നൊന്നും കിട്ടൂല, പിന്നെ ആൾക്കാർ മോശമായി കാണണ്ട, അതുകൊണ്ട് എനിക്കും നോമ്പാണ്. അതേമാതിരി സക്കാത്ത് കുറച്ച് ഇനിയിപ്പോൾ നിർബന്ധിച്ച് കൊടുക്കുമ്പോൾ കൊടുക്കൂല എന്ന് അറിയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് പള്ളി കമ്മിറ്റിക്ക് റെസീറ്റിന് ഒപ്പിച്ച് മാറ്റി കുറ്റിയിൽ കുറച്ച് കൊടുക്കണ മാതിരി ഒരു ചെറിയ കൊടുക്കൽ കൊടുക്കാം. അങ്ങനെയുള്ള ലാഹിറായ കുറച്ച് കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അവന്റെ ഉള്ളിലേക്ക് കടന്നാൽ ആ ലാഹിറായ അഅ്മാലുകളെക്കാൾ പ്രധാനം അത് അൽ അഅ്മാൽ അൽ ഖൽബിയ്യ, ഹൃദയം കൊണ്ട് അവൻ നടത്തുന്ന ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളാണ്. ആ പ്രവർത്തനങ്ങൾ അവന്റെ അടുക്കലില്ല. ഫല ഈമാൻ. അതും കഴിഞ്ഞിട്ട് പിന്നെയും അവൻ മുകളിലേക്ക് പോകേണ്ട അവന്റെ ഏറ്റവും നല്ല അവസ്ഥയാണ് ഇഹ്സാൻ. ആ ഇഹ്സാനും അവിടെ ഇല്ല. ലാ ഈമാൻ വലാ ഇഹ്സാൻ വലാകിൻ വസ്ഫുഹു അൽ കുഫ്റു വൽ ഉദ്വാൻ. മറിച്ച് അവനുള്ള വസ്ഫ്, അവനുള്ളതായ വലാകിൻ, മറിച്ച് അത് ഇസ്തിദ്റാഖ്. പക്ഷെ അത് ലാക്കിൻ എന്ന് പറയുമ്പോൾ ലാക്കിന്റെ അമല് ചെയ്യൂല, അത് മനസ്സിലാക്കണം. അത് നഹ്വ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇന്ന അന്ന ലേത്ത ലാക്കിന്ന ലാല്ല എന്നുള്ളത് തൗക്കീദിന് വേണ്ടിയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന ഇന്ന അഖവാത്തുണ്ട്. അതിൽ ലാക്കിന്ന അതിൽപ്പെട്ട മിൻ അഖവാത്തി ഇന്ന, അത് ലാക്കിന്ന എന്നുള്ള ആ സീഗയിൽ പ്രയോഗിക്കുമ്പോൾ മാത്രമാണ് ആ ജുംലത്തുൻ ഇസ്മിയിലാണ് പ്രവേശിക്കുക. ആ ജുംലത്തുൻ ഇസ്മിയിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മുബ്തദ ഖബർ എന്ന് പറയില്ല. മുബ്തദ അതിന്റെ ഇസ്മു ഇന്നാവും, ഖബർ ഖബറു ഇന്നാവും. അപ്പൊ മുബ്തദയെ പിന്നെ എന്തായാലും റഫാക്ക് നിലനിർത്തൂല, അതിന് നസ്ബ് കൊടുക്കും. ഖബറിന് ഖബറു ഇന്നക്ക് അല്ലെങ്കിൽ ഖബറു ഇന്ന വഹവാത്തിയ ഇന്നയുടെയും അഹ്വാത്തിന്റെയും ഖബറിന് അത് റഫ് തന്നെ നിലനിർത്തുകയും ചെയ്യും. ഇതാണ് അതിന്റെ നഹ്വ്. ഏതായിരുന്നാലും ശരി, അത് ലാക്കിൻ എന്നാകുമ്പോൾ അത് ഇസ്തിദ്റാഖിന്റെ മാന നിലനിൽക്കുക അല്ലാതെ വാചകത്തെ മോഡിഫൈ ചെയ്യൂല. ഇസ്തിദ്റാഖിന്റെ മാന അർത്ഥത്തിലുണ്ടാകുന്ന മോഡിഫിക്കേഷൻ മാത്രമേ ഉണ്ടാകുള്ളൂ, അതല്ലാതെ മറ്റ് സ്ട്രക്ചറലായിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഒന്നും അത് വരുത്തൂല. അതുകൊണ്ട് പിന്നുള്ളത് മുബ്തദ ഖബർ ഖബറുമായിട്ടും തന്നെയാണ് വരിക. വസ്ഫുഹു അൽ കുഫർ. വസ്ഫ് മുബ്തദയാണ്, അവനുള്ള വസ്ഫ്, അവനെ പറ്റി പറയാനുള്ള ഒരു വർണ്ണന വിശേഷണം കുഫർ. അവൻ നിഷേധിയാണ്. നിഷേധം എന്നുള്ളത് നമ്മൾ വിചാരിക്കും നിഷേധം എന്ന് പറഞ്ഞാൽ ഒരു ദോഷം ഉണ്ടാക്കാത്ത കാര്യം അല്ല, അത് ഏറ്റവും വലിയ ദോഷമാണ്. അതൊരു മനുഷ്യനെ ഒരു വല്ലാത്ത അവന്റെ മാനസികമായ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അത്രയും വിഹ്വലമാണ്, അത്രയും കലുഷിതമാണ്, അത്രത്തോളം ഡേഞ്ചറസ് ആണ്. അതിന്റെ ചെറിയ ചെറിയ പ്രതിഫലനങ്ങളാണ് വൽ ഉദ്വാൻ. സൃഷ്ടികളോട് അള്ളാന്റെ ഹുദൂദുകൾക്കെതിരിൽ, അള്ളാന്റെ സൃഷ്ടികൾക്കെതിരിൽ അവൻ വരുത്തുന്ന ഉദ്വാൻ, അറ്റാക്കുകൾ, ശത്രുതകൾ, അട്രോസിറ്റികൾ. വശക്ക് വറൈബ്, ആ കുഫറിന്റെ പ്രതിഫലങ്ങളിൽപ്പെട്ടതാണ്. എല്ലാറ്റിലും സംശയമാണ് അവന്. സംശയം ആണോ അല്ലേ, ആണോ അല്ലേ. എന്തിനാണ് സംശയിക്കേണ്ടത്? സംശയിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. ഉറച്ചു വിശ്വസിക്കാവുന്ന കാര്യം വ്യക്തമായി കയ്യിൽ തന്നിട്ടല്ലേ. തറക്തു ഫീകും ശൈഅൻ ലൻ തളില്ലു മാ ഇൻ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നതി വലൻ യതഫറഖാ ഹത്താ യരിദ അലയ്യൽ ഔദ്. രണ്ടെണ്ണങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചാണ് ഞാൻ പോണത്. അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ മതി. പിടിക്കുന്നിടത്തോളം നിങ്ങൾ പിഴക്കുന്ന പ്രശ്നമില്ല. അതിലെവിടെയും അവ്യക്തതകളില്ല. അതിലെവിടെയും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളില്ല. അവിടെ ഉറപ്പേ ഉള്ളൂ. പക്ഷെ നമ്മൾ തരാതെ നമ്മൾ അവന്റെ അഭിപ്രായം ഇവന്റെ അഭിപ്രായം, അവരുടെ അഭിപ്രായം ഇവരുടെ അഭിപ്രായം, അല്ല ആറായിരം റിജാൽ മനുഷ്യന്മാർ നടത്തുന്ന അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ യുക്തികൾ, അതിന്റെ പിന്നാലെ പോവുകയാണ്. യുക്തികൾ എന്ന് പറഞ്ഞാൽ ഇന്ന് യുക്തിയായി തോന്നും, നേരം ഇരട്ടി വെളുക്കുമ്പോൾ ആ യുക്തി എന്ന് പറഞ്ഞാൽ പൊട്ട യുക്തിയാണ് എന്ന് തോന്നും. ഇത്ര യുക്തിക്ക് ആയുസുള്ളൂ, അതൊരു കുമിളയാണ്. അതുകൊണ്ട് തന്നെ അവന് ചേർന്നിട്ടുള്ള വിശേഷണം വസ്ഫ് എന്ന മുബ്തദയുടെ ഖബർ അൽ കുഫർ. പിന്നെ അതിനുശേഷം അത്ഫീദു വൽ ഉദ്വാൻ. ഉദ്വാൻ മാത്രമല്ല ശക്ക് റൈബ്. റൈബ് കുറച്ചും കൂടി അപ്പുറമാണ്. ശക്കുൻ റൈബ് എന്ന് പറഞ്ഞാൽ മാന മുതഖാരിബ്, അടുത്തടുത്ത് നിൽക്കുന്ന പദങ്ങളാണ്.
ഷക്കിനേക്കാളും അപകടം പിടിച്ചിട്ടുള്ള, അതിനേക്കാളും സൂക്ഷ്മമായിട്ടുള്ള പദമാണ് റൈബ്. അങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയ സംശയം. നമ്മളൊരു വഴിക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒന്നുമില്ല, പക്ഷെ അപ്പുറത്തൊരു കാറ്റ് പോലും, ഒരില പോലും ഇളകിയിട്ടില്ല. എന്നാലും നമുക്ക് എന്തുണ്ടോ ഉണ്ട് ഇങ്ങനെ തോന്നുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ പേടി. തിരിഞ്ഞു നോക്കുക നിൽക്കാതെ ഒരൊറ്റ ഓട്ടേക്കാരൻ. ഈ ഹവാജിസുകളാണ് മനസ്സിലുണ്ടാകുന്ന ഈ പേടി, ഈ സംശയത്തോട് കൂടിയിട്ടുള്ള ഈ പേടിക്കാണ് ശരിക്കും റൈബ് എന്ന് പറയുന്നത്. ശക്ക് അത് തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി നല്ലൊരവസ്ഥയാണ്. ആ ശക്കിനേക്കാളും വളരെ ഭയാനകമായ ഒരു മനോനിലയാണ് റൈബ്. പിന്നെ അത് വരുന്ന സമയത്ത് പിന്നെ മനുഷ്യനുണ്ടാകുന്നത് ഷുഹാണ്. ഹൃദയം വിശാലത ഉണ്ടാവില്ല, സങ്കുചിതമായി തീരും. ഷുഹ് എന്ന് പറഞ്ഞാൽ പിശുക്ക് എന്നൊക്കെ പറയുമെങ്കിൽ അത് മലയാളത്തിൽ നമ്മളാണ് പറയാറ്, വേറെ വാക്ക് കിട്ടാത്തപ്പോ. ഷുഹ് എന്ന് പറഞ്ഞാൽ മനസ്സിങ്ങനെ ഒന്നിനൊരു തുറവിയില്ലായ്മ, തുറസല്ല, സങ്കുചിതത്വമാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ആ ഷുഹാണ്. ഒരു 5 പൈസ ഒരാൾക്കൊരു ഷാഡ് വാങ്ങിക്കൊടുത്ത് ഞാൻ തീർന്നാലോ, പിന്നെ ഞാൻ അങ്ങനെ ആയാലോ, എന്റെ പേരക്കുട്ടി ഉണ്ടാകണല്ലോ, വളരുന്നുണ്ടല്ലോ, അവന് കുട്ടി ഉണ്ടാകുമല്ലോ, അതിന് പെൺകുട്ടി ഉണ്ടെങ്കിൽ അതിന് കെട്ടിക്കേണ്ടി വരൂലേ എന്ന് ആലോചിച്ചിട്ട് മനസ്സിങ്ങനെ പൈസന്റെ കാര്യത്തിൽ, അത് പൈസന്റെ കാര്യത്തിൽ മാത്രമല്ല ബാക്കി ഏത് കാര്യത്തിലും ഒരുത്തനെ കാണാണ്, ഒന്ന് ചിരിച്ചാലോ, അവിടെ ചിരിച്ചാല് അപ്പൊ ഞാനൊന്ന് താണു പോകും, ഞാൻ അവന്റെ മുന്നിൽ ഒരു നമ്മളൊരു ഇത് വരാത്തവനാകും, അപ്പൊ ചിരിക്കാണ്ട് ബലം പിടിച്ചിങ്ങനെ നിൽക്കും. ഇത് ശുഹ് നഫ്സാണ്. അപ്പൊ അത് ധനത്തിൽ മാത്രമാണെന്ന് വിചാരിക്കണ്ട, എല്ലാറ്റിലും ഇങ്ങനെയുള്ള ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവന് പിന്നെ യോജിക്കുക. അപ്പൊ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കഫാറാണെങ്കിൽ, അനീദാണെങ്കിൽ, മന്നാഅലിൽ ഖൈർ ആണെങ്കിൽ, മുഅ്തദാണെങ്കിൽ അവന് യോജിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള വിശ്വാസം എന്ന് പറയുന്ന മനസ്സിന്റെ ആ ലാവണ്യം, മനസ്സിന്റെ ആ സൗന്ദര്യം, മനസ്സിന്റെ ആ ക്രിയാത്മകമായ ഭാവം, അത് കൈവിട്ടു പോയാൽ പിന്നെ അവന് യോജിക്കാവുന്ന കാര്യം അൽ കുഫർ വൽ ഉദ്വാൻ വശക്ക് വറൈബ് വശുഹ് റഹ്മാൻ. അപ്പൊ പിന്നെ അവൻ എന്താവും ചോദിച്ചാൽ, മനസ്സ് എന്ന് പറഞ്ഞ അങ്ങനെ ആടിക്കളിക്കുമ്പോ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു കെട്ടണ്ടേ? ശരിക്കുള്ള അള്ളാനെ അവൻ വിടുകയും ചെയ്തിരിക്കുന്നു. ശരിക്കുള്ള അള്ളാനെ അവൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഉറച്ചു നിൽക്കേണ്ടതിന് പകരം അത് വിട്ടത് കൊണ്ട് തന്നെ ഇത്തിഹാദുൽ ആലിഹ, പലതരം ഇലാഹുകളെയും അവൻ സ്വീകരിക്കും. മിൻ ദൂനിർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന് പുറമേ. അങ്ങനെയുള്ള ആളുകളെ അൽഖിയാ ഫീ ജഹന്നം കുല്ല കഫാരിൻ അനീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്നു. അൽഖിയ എന്ന ദ്വിവചനത്തിന്റെ പ്രയോഗവും ആ ഭാഷാ പ്രയോഗത്തിന്റെ സൗന്ദര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്, ആവർത്തിക്കുന്നില്ല. അള്ളാഹു പറയുന്നു, ജഹന്നമിൽ എറിഞ്ഞേക്കു കുല്ല കഫാരിൻ അനീദ്. ആ കഫാറുൻ അനീദിനെ ഒന്നുകൂടി വിശേഷിപ്പിച്ചു. മന്നാഇൻ ലിൽ ഖൈർ മുഅ്തദിൻ മുരീബ്. ഇത്രയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഖദറിൽ നിർത്തിയിരിക്കുന്നത് നല്ലത്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.